AI എന്ന അത്ഭുതം, ആപ്പിളിന്റെ ലോഗോ, സ്വർഗാനുരാഗിയായ ഒരു ബുദ്ധിരാക്ഷസൻ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് യൂറോപ്പിൽ നിന്നാണ്. വളരെ തണുപ്പുള്ള ഒരു പ്രഭാതമാണ്. മഞ്ഞ് പെയ്യുന്നുണ്ട്. എന്നത്തെയും പോലെ കോളിംഗ് ബെല്ലടിച്ചു. മോർണിംഗ് ടീ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട് എന്ന് മെയ്ഡ് വിളിച്ച് അറിയിക്കുകയാണ്. ഒരു ബെല്ലടിച്ചു, രണ്ട് ബെല്ലടിച്ചു. അയാൾ ഉണരുന്ന ലക്ഷണമേയില്ല. ചെറുപ്പക്കാരിയായ മെയ്ഡും ഈ ചെറുപ്പക്കാരനായ ശാസ്ത്രജ്ഞന് മാത്രമാണോ ഈ വലിയ ബംഗ്ലാവിൽ എന്ന് ചിന്തിച്ചു പോകും. ശാസ്ത്രജ്ഞൻ എന്നല്ല, ഏകദേശം 75 വർഷങ്ങൾക്ക് മുൻപേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന ഈ യുഗത്തെക്കുറിച്ച്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു നടന്ന വലിയൊരു ശാസ്ത്ര കുതുക്കി. ഈ ചെറുപ്പക്കാരി ഇവിടെ ഒറ്റയ്ക്ക് ഇയാളോടൊപ്പം. താടിയിൽ കൈവച്ച് ആലോചിക്കേണ്ട, അവിഹിതം ചിന്തിക്കുകയും വേണ്ട, സ്ത്രീകൾ പേടിക്കുകയേ വേണ്ട. ഇയാളൊരു സ്വർഗാനുരാഗിയാണ്. സ്വർഗാനുരാഗികളെ അന്ന് ലണ്ടനിലും കാനഡയിലും ഒന്നും വച്ചു ഉറപ്പിക്കില്ല. അത്രയ്ക്ക് വലിയ പാതകമാണ്. ടൂറിങ്, ബെഡ് കോഫി റെഡി, നീ ഉണരുന്നില്ലേ? ഇയാൾ ഇതെന്തുറക്കമാണ്? പിനാറ്റിക്കൊണ്ട് വേലക്കാരി വാതിൽ തുറന്നു. കാറ്റ് പോയോ? അനക്കമില്ലല്ലോ, പൾസില്ല. കസേരയിൽ കുഴഞ്ഞു ചാഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ. ടൂറിങ്, ഉറക്കെ വിളിക്കണോ കരയണോ ഒന്നിനും അവൾക്ക് പറ്റുന്നില്ല. അവൾ അടുക്കളയിലേക്ക് ഒറ്റ ഓട്ടം. അവിടെ ചുവരിൽ ചാരി മുട്ടിൽ തല ചായ്ച്ച് വിതുമ്പുകയാണ്. തന്നെ ഒരു സഹോദരിയെ പോലെ ടൂറിങ് സ്നേഹിച്ചിരുന്നു എന്നവൾക്കറിയാം. ആളുകൾ ധാരാളം വരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബൂട്ടിന്റെ ഒച്ചകൾ, ഇടയ്ക്ക് ചില കരച്ചിലുകൾ. ഡെഡ് ബോഡിക്കരികിൽ കുറച്ചു മാത്രം കടിച്ച ഒരു ആപ്പിൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ച് കടിച്ച ആപ്പിളിൽ സയനൈഡിന്റെ അംശമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്മാർട്ട് ഫോണിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സാധ്യതകളുടെ പ്രബന്ധങ്ങൾ എഴുതിയ മിടുക്കൻ, അന്ന് അധികമാരും ശ്രദ്ധിക്കാത്ത യുവശാസ്ത്രജ്ഞൻ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് അമിതമായ ലൈംഗിക ആസക്തിയാണ്. അത് അവനെ വല്ലാതെ കുരുക്കിലാക്കുന്നുണ്ട്. അതും ആണും തമ്മിൽ. പിടിക്കപ്പെട്ടാൽ അന്ന് ജയിലിൽ കിടക്കേണ്ടി വരും. നിയമം മൂലം നിരോധിക്കപ്പെട്ട കാലം. ഇങ്ങനെ പോയാൽ പറ്റില്ല. തന്റെ ശാസ്ത്ര പ്രബന്ധങ്ങൾ, അന്വേഷണങ്ങൾക്ക് എല്ലാം ഈ ലൈംഗിക ആസക്തി ഒരു തടസ്സം തന്നെയാണ്. അത് മനസ്സിലാക്കിയ ടൂറിങ് കെമിക്കൽ കാസ്ട്രേഷൻ ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയനാകുകയാണ്, സ്വയം നന്നാവാൻ. അങ്ങനെ ആ ചികിത്സ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് ആ തീരുമാനങ്ങളൊക്കെ എടുത്ത് നല്ലവനാകാൻ തീരുമാനിച്ച യുവാവ് പുറത്തു വന്നിട്ടും സ്റ്റുപ്പിഡായ ലോകം അയാളെ മറ്റൊരു രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. 1 വർഷം നീണ്ടുനിന്ന ഹോർമോൺ ചികിത്സ, അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആയി. ടൂറിങ് ഒരു പെണ്ണായി മാറുന്നു. പുരുഷൻ എന്ന നിലയിലുള്ള വൈകാരിക ഭാവത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ച ഒരു പുരുഷൻ അമിതമായി ശരീരത്തിൽ ഫോം ചെയ്ത ഈസ്ട്രജൻ ഹോർമോൺ കാരണം ഒരു സ്ത്രീയായി മാറുകയാണ്. ഇത് മാനസികമായ വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാക്കി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആൾക്കാർ നോക്കുകയാണ്, അതും ചെറുപ്പക്കാർ. ഒരു സ്ത്രീയാണോ നടന്നു വരുന്നത് എന്ന്. ഒരു ജീവിതം ഏതെല്ലാം പ്രഹേളികകളിലൂടെ കടന്നു പോകുന്നു അല്ലേ? കാലത്തിന്റെ വികൃതികൾ, ചിലത് സ്വയം ഒരുക്കുന്നവ. AI ജെമിനിയുടെയും ചാറ്റ് GPT-യുടെയും ഈ കാലത്ത് നിന്ന് ഇതൊക്കെ 75 വർഷങ്ങൾക്ക് മുൻപേ ചിന്തിച്ച ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ടൂറിങ്ങിന്റെ മരണം ആപ്പിളിൽ സയനൈഡ് ഇൻജെക്ട് ചെയ്ത് അത് ഭക്ഷിച്ചായിരുന്നു. അതിലൊരൽപ്പം കഴിച്ചതേയുള്ളൂ. ടൂറിങ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി. 1950 അദ്ദേഹം അവതരിപ്പിച്ച കമ്പ്യൂട്ടർ മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്ന പ്രബന്ധത്തിന്റെ ചിതലെടുക്കാത്ത ചിന്തകൾ ഇന്ന് നമ്മളിലേക്കും എത്തുന്നു. മനുഷ്യനെ കൊണ്ട് ചെയ്യാനാകുന്നതും അതിന്റെ അപ്പുറവും കൃത്യമായി ചെയ്യുന്ന കമ്പ്യൂട്ടർ എന്ന ആശയത്തിന്റെ പിറകിൽ ടൂറിങ് എന്ന ഏകനായ ഒരു സഞ്ചാരി ഉണ്ടായിരുന്നു. ടൂറിങ് മരിക്കുമ്പോൾ അരികിലുണ്ടായിരുന്ന പാതി കടിച്ച ആപ്പിളിലെ ശാസ്ത്ര നേട്ടങ്ങൾ മരിച്ചു പോകാതിരിക്കാനാവണം ആപ്പിളിന്റെ ലോഗോ ആയി അത് തിരഞ്ഞെടുത്തത് എന്ന ചിന്തയ്ക്ക് വാദവും പ്രതിവാദങ്ങളും ഉണ്ടായി.
എന്നാൽ ലോഗോ വരച്ച റോബ് ജനോഫ് പറഞ്ഞത് താൻ ലോഗോ ആയി വരച്ചത് ആദമിന്റെ ആപ്പിൾ ആണെന്നാണ്. എന്താ അല്ലേ? പിള്ളേര് മിടുക്കരാണ്, പക്ഷേ ജീവിച്ചിരിക്കണ്ടേ? എന്നാലല്ലേ കാലത്തിന്റെ മുന്നിൽ തെറ്റും ശരിയും പ്രൂവ് ചെയ്യാനാകൂ, അല്ലേ? അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ച സ്വർഗാനുരാഗിയായ ട്യൂറിംഗ് പാവമല്ലേ? അതെ, നമുക്കോർക്കാം, ട്യൂറിംഗ് 1954 ജൂൺ 7 42 വയസ്സിൽ നമ്മോട് യാത്ര പറഞ്ഞു.